Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. അയ്യപ്പ പ്രീതിയും അമൃതാനന്ദമയി പ്രീതിയും NSS പ്രീതിയും SNDP പ്രീതിയും നേടി ഇടതുപക്ഷം കരുത്ത് നേടുകയാണോ? പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നത് പോലെ ഇടതുപക്ഷം പിണറായി സർക്കാരും തീവ്ര വലതു ചിന്താഗതിക്കാരായി മാറുകയാണോ? കാഷായ വസ്ത്രം ധരിക്കുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ? സമുദായ സംഘടനകളുടെ പ്രീതിക്കായി ഇടത് സർക്കാർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കുന്നുണ്ടോ? ഇടതുവിരുദ്ധതയിലൂന്നിയ സമദൂര സിദ്ധാന്തം കൈയൊഴിഞ്ഞ് NSS ഇടതോരം ചായുന്നു? അതോ ശബരിമല വിഷയത്തിലെ മാത്രം വിഷയാധിഷ്ഠിതമായ നിലപാടാണോ? സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ട് എന്ന് പറയുന്ന സുകുമാരൻ നായർ NSSനെ ഇടത്തേക്ക് കെട്ടുകയാണോ? അതല്ല, ഇത് ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ മാത്രമുള്ള NSSന്റെ പ്രതികരണമായി കണ്ടാൽ മതിയോ? ഇടത്തോട്ട് ചായുന്ന NSSന്റെ രാഷ്ട്രീയാഘാതം തിരിച്ചറിഞ്ഞാണോ BJPയും കോൺഗ്രസും പെരുന്നയിലേക്ക് പായുന്നത്? സുകുമാരൻ നായരെ ലക്ഷ്യം വെച്ചുള്ള ചില കരയോഗങ്ങളുടെ നീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ പിന്തുണയുണ്ടോ? ശരിയിലേക്ക് ആരുടെ ദൂരമെന്നാണ് ചോദ്യം. അതിഥികളായി രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി എബ്രഹാം, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ, BJP പ്രതിനിധി സന്ദീപ് വാചസ്പതി, കോട്ടയം കിളിരൂർ NSS കരയോഗം പ്രസിഡന്റ് രാജ്മോഹൻ എന്നിവരാണ്. ഞാൻ ആദ്യം ശ്രീ രാജ്മോഹനിലേക്ക്. ശ്രീ രാജ്മോഹൻ, കരയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ, NSSന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു കരയോഗം ഒരു പ്രതികരണം നടത്തുക, പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയരുന്ന സാഹചര്യം ഉണ്ടാവുക. ഇന്ന് പക്ഷേ പെരുന്നയിൽ ചേർന്ന NSSന്റെ പ്രതിനിധി സഭയിലെ 300 അംഗങ്ങളും പൂർണ്ണ പിന്തുണയാണ് ഈ വിഷയത്തിൽ സുകുമാരൻ നായർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതടക്കമുള്ള കരയോഗങ്ങളുടെ പ്രതികരണം ഒറ്റപ്പെട്ട പ്രതികരണം മാത്രമാണോ? നിങ്ങളുടെ പ്രതികരണത്തിനു പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ? ശ്രീ രാജ്മോഹൻ. ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺ. ആക്ച്വലി നമുക്കിതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയ താല്പര്യങ്ങളും ഇല്ല. നമ്മുടെ നിലപാട് കൃത്യമാണ്. എല്ലാവരും നിലപാടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ നിലപാട് കൃത്യമായിട്ട് പറയാം. ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയ പ്രേരിതം ഒന്നുമല്ല. കാരണം ഈ യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുടെ ശിരസാവഹിച്ച്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ച് സർക്കുലർ ഉണ്ടായിരുന്നു അന്ന് എല്ലാ കരയോഗങ്ങൾക്കും നാമജപ ഘോഷയാത്ര നടത്തണമെന്നും അയ്യപ്പ ഭക്തന് ആയ എല്ലാവരും തന്നെ ഇതിന് കൂടെ നിൽക്കണമെന്നുള്ള സർക്കുലർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കുലർ പ്രകാരം ഞാൻ നമ്മുടെ മേഖലയിലുള്ള കരയോഗങ്ങളെയെല്ലാം സംയോജിപ്പിച്ച് വളരെ ഗംഭീരമായിട്ട് ഈ പറഞ്ഞ നാമജപ ഘോഷയാത്രകൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരുപാട് പീഡനം അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ഇറങ്ങുകയും നമ്മളെ വിശ്വസിക്കുന്നവരെ നമ്മൾ ഇറക്കുകയും അങ്ങനെ ഒരു പരിപാടി നടത്തുകയും ചെയ്യുമ്പം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. നമ്പർ 1, അതായത് അന്ന് ഈ സംഭവം നടക്കുന്ന അന്ന് തന്നെ ഞങ്ങളുടെ കരയോഗത്തിൽ, അതായത് ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കരയോഗത്തിന് നേരെ അതിഭീകരമായ കല്ലേറുണ്ടായി. ജനലുകൾ എറിഞ്ഞു പൊട്ടിച്ചു, ഓടുകൾ തല്ലി തകർത്തു. അങ്ങനെ ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും അതിനുശേഷം ഇതെല്ലാം ചെയ്തത് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായ ഞാൻ തന്നെയാണെന്ന് ഈ പാർട്ടിക്കാർ ഇവിടെ എല്ലാം എഴുതി ഒട്ടിക്കുകയും അങ്ങനെ എന്നെ വ്യക്തിഹത്യ ചെയ്യുകയും അതിനുശേഷം നിരവധിയായ കേസുകൾ, അത് നമ്മളെ വിശ്വസിച്ച് വന്നവരുടെ പേരിൽ നിരവധിയായ കേസുകൾ, ഇത്തരം സാഹചര്യങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതായത് ഇന്നലെ വരെ നമ്മളൊരു സ്റ്റാൻഡ്, അതായത് ഒരു നിലപാട് എന്ന് പറയുന്നത് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ തന്നെ താങ്കൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ശരി ദൂരമോ സമദൂരമോ ഇനി വേറെ ഏതെങ്കിലും പുതിയ ടെർമിനോളജിയിലുള്ള ദൂരമോ എന്ത് വേണമെങ്കിലാകാം, അതിനൊന്നും നമുക്ക് യാതൊരു വിരോധങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഭക്തന്മാരോട് ആത്മാർത്ഥമായ മൊത്തത്തിലുള്ള വികാരമാണോ, അതല്ല ഈ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ച് അതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിട്ട് രാജ്മോഹൻ എന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രതികരണമാണോ അത്? നിലവിൽ രാജ്മോഹൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതികരണമാണ് ഈ തിക്താനുഭവം അനുഭവിച്ചെന്ന രീതിയിൽ. നാളെ ഞങ്ങളുടെ പൊതുയോഗം കൂടുന്നുണ്ട്. ആ പൊതുയോഗത്തിൻ്റെ വിഷയം അവതരിപ്പിച്ച് പൊതുയോഗത്തിൻ്റെ എന്താണോ അഭിപ്രായം. ഇപ്പോൾ ഈ പൊതുയോഗം എന്ന് പറയുമ്പം നിങ്ങൾ ഒരു ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇതേപോലെ തന്നെ പൊതുയോഗം ചേർന്ന് പൊതുയോഗത്തിൻ്റെ അനുമതിയോടുകൂടി പൊതുയോഗത്തിന് എല്ലാവരുടെയും ഏകകണ്ഠേനമായ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് നാമജപ ഘോഷയാത്രയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ പൊതുയോഗത്തിലുള്ള ആൾക്കാരെ അത് ബോധ്യപ്പെടുത്താനും ഇപ്പോൾ എന്തെങ്കിലും നിലപാടുകളിൽ മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഉള്ള സ്വാഭാവികമായ ബാധ്യത എനിക്കുണ്ട്, ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അത് നാളെ നിങ്ങൾ നടക്കുന്ന പൊതുയോഗത്തിൽ നമ്മൾ ഈ വിഷയം, ഇതിനകത്തുള്ള സംഭവം അവതരിപ്പിക്കുന്നതായിരിക്കും. ശ്രീ രാജ്മോഹൻ, അങ്ങക്ക് ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയോ പാർട്ടിയുടെ സ്ഥാനങ്ങളോ ഉണ്ടോ?
നിലവിൽ എനിക്ക് ഒരു പാർട്ടിയുടെയും പിന്തുണയോ ഒരു പാർട്ടിയുടെ യാതൊരു സ്ഥാനങ്ങളോ ഞാൻ വഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയമില്ല. കാര്യം അരുണ് ദേവി ചെയ്ത് ഒരു മിനിറ്റ് കേൾക്കണം. രാഷ്ട്രീയ പിന്തുണയോടുകൂടിയല്ല നമ്മൾ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കാര്യങ്ങൾ നിലപാടെടുക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ശ്രീകോവിലിന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഫ്ലെക്സുകൾ വെച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേരളത്തിൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ സത്യാഗ്രഹം വരുന്ന ഫ്ലെക്സുകളെല്ലാം പുറപ്പെടുപ്പിച്ചത്, ഹൈക്കോടതിയെ ഇടപെടിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയമോ ആരുടെയും പിന്തുണയോ അല്ല, രണ്ടാമതൊരാൾ പോലും കൂടെ ഇല്ലാതെയാണ് ഞാൻ ചെയ്തത്. കാര്യം എൻ്റെ വിശ്വാസത്തിനകത്ത് എനിക്ക് അടിയുറച്ച നിലപാടുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ മരിക്കുന്നതിന് വരെ ഉറച്ചു നിൽക്കും. ഈ താങ്കളുടെ അഭിപ്രായത്തിൽ ശബരിമല വിഷയത്തിൽ ആരുടേതായിരുന്നു ശരിദൂരം? അത് കോൺഗ്രസിൻ്റെതായിരുന്നോ BJP-യുടേതായിരുന്നോ CPM-ൻ്റെതല്ലെങ്കിൽ? യഥാർത്ഥ ശരിദൂരം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടേതായിരുന്നു. ഭക്തന്മാർ, അതായത് ഭക്തന്മാരുടെ കാര്യം അവർക്കാണ് ശരി വേണ്ടത്. രാജ്മോഹന്റെ അഭിപ്രായം CPM അടക്കം ഞാൻ ഭക്തന്മാരെ വഞ്ചിച്ചു എന്നല്ല പറയുന്നത്. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ നൽകിയിരിക്കുന്ന അഫിഡവിറ്റ് അത് പിൻവലിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ കേസുകൾ പിൻവലിക്കുവാൻ തയ്യാറായിട്ടില്ല. എന്ത് സമവായമാണ് ഈ സമദൂരത്തിൽ നിന്നും ഈ എന്ത് പറയുന്ന ഇത്തരമൊരു ദൂരത്തിലേക്ക് മാറുവാൻ വേണ്ടി ജനറൽ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. കാരണം നമുക്കെന്തെങ്കിലും നിലവിൽ രേഖാമൂലം എന്തെങ്കിലും ഒരു ചെറിയ കടലാസെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് നിലപാട് മാറ്റുന്നു എന്ന് കരയോഗങ്ങളെ. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഈ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ അടിത്തറയിലുള്ളത് അണികളെന്ന് പറയുന്നത് കരയോഗങ്ങളാണ്. അപ്പം നേതാക്കന്മാർ പറയുന്നത് അതേപടി ശിരസാ വഹിച്ച് പ്രവർത്തിക്കുന്ന അണികളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് നേതാക്കന്മാരുടെ അടിസ്ഥാന ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാതെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സർക്കുലർ ഓരോ കരയോഗങ്ങൾക്കും നൽകേണ്ടതായിരുന്നു. നമ്മളിങ്ങനെ ഒരു നിലപാട് മാറ്റം വരുത്താൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കരയോഗങ്ങൾ ആരാണ്? കാര്യം നിങ്ങൾ ആവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞനുസരിച്ച് ഇറങ്ങിയവരാണ് ഞങ്ങൾ. ഇതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയമോ അല്ലാതെ BJP-യുടേതാണോ CPM-ൻ്റെതല്ലെങ്കിൽ ഇതിലേറെക്കുറെ ആത്മാർത്ഥമായ നിലപാട് രാജ്മോഹന്റെ അഭിപ്രായത്തിൽ? ഞാൻ പറയുന്നത്, ഇതിനകത്ത് രണ്ട് കൂട്ടർക്കും യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. CPM-ന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. CPM ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, CPM ഞങ്ങളെ ദ്രോഹിച്ചു. പക്ഷെ ബാക്കി രണ്ട് പാർട്ടികളും ഞങ്ങളെ ഭക്തന്മാരെ ദ്രോഹിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമായ ഭക്തന്മാർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ മറ്റു രണ്ടുപേർക്കും കഴിഞ്ഞിട്ടുമില്ല. CPM ആണെങ്കിൽ ദ്രോഹിക്കുക കൂടി ചെയ്തു. അതാണ് ഇതിനകത്തെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പിന്തുണ ഇല്ല രാജ്മോഹൻ എന്നുള്ളതാണ്. ശരി, അങ്ങനെ നിൽക്കുന്ന ആളോട് നമ്മൾ എന്തിന്? മനസ്സിലായി. അങ്ങയുടെ ആർഗ്യുമെന്റ് വളരെ ക്ലിയർ ആണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. നമുക്കൊപ്പം സണ്ണിക്കുട്ടി എബ്രഹാം ഉണ്ട്, ഒപ്പം തന്നെ സന്ദീപ് വചസ്പതിയും, ഒപ്പം M ജയചന്ദ്രനുമുണ്ട്. M ജയചന്ദ്രൻ, ഇവിടെ രാജ്മോഹൻ പറയുന്നതിൽ കാര്യമില്ലേ? കാരണം നാമജപ ഘോഷയാത്ര നടത്താൻ വേണ്ടിയിട്ട് സർക്കുലർ അയച്ചത് NSSന്റെ പെരുന്നേലെ ഓഫീസിൽ നിന്നാണ്. ആ സർക്കുലർ പ്രകാരം നാമജപ ഘോഷയാത്രയ്ക്ക് ഇറങ്ങിയവരാണ് ഭക്തരായിട്ടുള്ള കരയോഗാംഗങ്ങൾ. അവർക്കെതിരെ മൊത്തത്തിലെടുത്ത കേസുകൾ, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലെടുത്ത കേസുകൾ 2635 കേസുകളാണ്. അതിൽ 1940 എണ്ണം പെറ്റിയടച്ചോ പിൻവലിച്ചോ എഴുതിത്തള്ളിയോ ഒക്കെ പോയിട്ടുണ്ട്. ബാക്കി ഏകദേശം 695 കേസുകൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ കരയോഗത്തിൽപ്പെട്ട ഭക്തരായിട്ടുള്ള കരയോഗ അംഗങ്ങൾ കൂടി ഉൾപ്പെട്ട കേസുകളാണ്. അതേപോലെ ഇവർക്ക് ആ സമയത്ത് CPM-ൽ നേരിടേണ്ടി വന്നു എന്ന് പറയപ്പെടുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ ഇവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത്ര വേഗം കഴുകിക്കളയാവുന്ന ഒന്നല്ല ഈ കരയോഗ അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രതികരണം എന്നിരിക്കെ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രതിഷേധം നടത്തുന്നത്. അതുകൊണ്ട് നിലവിൽ CPM-ഉം ഭക്തരെ ആ അർത്ഥത്തിൽ അനുകൂലമായി എന്ത് നിലപാടെടുത്തു എന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ബോധ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് NSSന്റെ ഈ നിലപാട് മാറ്റമായി കരയോഗാംഗങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഇപ്പോഴും പിണറായി സർക്കാർ ഇടതു രാഷ്ട്രീയത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? സജി ചെറിയാൻ പോയി അമൃതാനന്ദമയിയെ കാണുന്നു, അമൃതാനന്ദമയിയുടെ നെറുകയിൽ മുത്തം കൊടുക്കുന്നു, ഒരമ്മയുടെ വാത്സല്യമാണ് എനിക്കുള്ളതെന്ന് പിന്നീട് പറയുന്നു. ശബരിമലയിൽ പോയി തത്വമസിയെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നു. ശരിക്കും നമ്മുടെ ഇതൊരു ഇടത് സർക്കാരാണോ? പിന്നെ താങ്കളുടെ ചോദ്യത്തിന് ആദ്യം ചോദിച്ചതിന് തന്നെ മറുപടി പറയണമല്ലോ ഡോക്ടർ അരുൺകുമാർ. അപ്പോൾ ആദ്യത്തേതിന് ആദ്യം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ താങ്കളുടെ ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് രാവിലെ 11:30-ക്കാണല്ലോ പെരുന്നയിൽ ഈ ബാലൻസ് ഷീറ്റ് അംഗീകരിക്കുന്നതിനായിട്ടാണ് പ്രതിനിധി സഭായോഗം ചേർന്നത്. ആ യോഗത്തിൽ 11:30-ക്കാണ് മീറ്റിംഗ് തുടങ്ങിയത്.
തുടങ്ങി പിന്നെ ഈ പ്രശ്നം ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ തന്നെ ഉന്നയിക്കുന്നുണ്ട് ഈ രാവിലത്തെ യോഗത്തിൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു പുതിയ നിലപാടെന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കുന്നത്. പുതിയ നിലപാടല്ല, നമുക്ക് അക്കാര്യത്തിൽ പുതിയ നിലപാടില്ല. പിന്നെ ആചാര സംരക്ഷണം എന്നുള്ളതാണ് NSS സ്വീകരിച്ച നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവും നാളെ ഇതുവരെ വരുത്തിയിട്ടില്ല, നാളെ വരുത്തുകയുമില്ല. പക്ഷേ വിവാദങ്ങൾ പല രൂപത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് പറയാനുണ്ടെങ്കിൽ, സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം 15 മിനിറ്റ് മാറ്റിവെക്കുകയാണ് എന്നാണ് ജനറൽ സെക്രട്ടറി അറിയിച്ചത് ഇന്നത്തെ മീറ്റിങ്ങിനെ. ഈ 15 മിനിറ്റ് നേരവും ഈ അവിടെ പങ്കെടുത്ത ഒരാൾ പോലും, ഇന്നത്തെ പ്രതിനിധിസഭാ മീറ്റിംഗിൽ പങ്കെടുത്ത ഒറ്റയാൾ പോലും, എല്ലാവരും നേതാക്കന്മാരാണല്ലോ പങ്കെടുത്തവർ, ആരും ഈ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ദന്തഗോപുരങ്ങളിരിക്കുന്ന ദന്തഗോപുരവാസികളായ നേതാക്കന്മാർ എന്ന് അർത്ഥമാക്കേണ്ടതില്ല. അവരെല്ലാം താഴെ തട്ടിൽ തന്നെ നിന്ന് കരയോഗങ്ങളുടെ അടക്കം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ തന്നെയാണ്. അവരിൽ ഒരൊറ്റയാളുടെ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായില്ല ആ മീറ്റിംഗിൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്ന്. മറ്റൊന്ന്, 60 താലൂക്ക് യൂണിയനുകളിലായി 5860ഓളം പിന്നെ കരയോഗങ്ങളാണ് നായർ സർവീസ് സൊസൈറ്റിക്കുള്ളത്. ഏതാണ്ട് 8-9 ലക്ഷം അംഗങ്ങൾ വരും. അതിൽ ഇപ്പോൾ രാജ്മോഹന്റെ കാര്യം അദ്ദേഹം ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഞാനത് കമന്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു നിലപാട് പറയേണ്ട കാര്യവുമില്ലല്ലോ. ഈ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. അദ്ദേഹം ഒരു കരയോഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. നാളെ അവരുടെ പൊതുവൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഞാൻ പിന്നെ എൻഡോഴ്സ് ചെയ്യാനോ ഖണ്ഡിക്കാനോ വരുന്നുമില്ല. പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു സംഘടനാ സംവിധാനമുള്ള NSSന് ഇന്നത്തെ മീറ്റിംഗിൽ ജനറൽ സെക്രട്ടറി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണെന്ന് പറഞ്ഞിട്ട് ആ സമയം തീരുന്നത് വരെയും ഒരാൾക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളും ഇന്ന് പ്രതിനിധിസഭാ മീറ്റിംഗിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുമൊക്കെ പരിപൂർണമായും കൈയടിച്ച് പാസാക്കി അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഇന്നത്തെ മീറ്റിംഗിൽ പെരുന്നയിൽ ഉണ്ടായത്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? രണ്ടാമത്തെ കാര്യം. അപ്പോൾ മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ മാറി മാറി വന്ന മുന്നണികൾ ഭരിച്ചിട്ടുള്ള കേരളം ഇപ്പോഴാണല്ലോ, അടിയന്തരത്തിന് ശേഷം ഇപ്പോഴാണല്ലോ തുടർ ഭരണം വരുന്നത്. പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ NSSന്റെ സഹായം കൊണ്ട് ഏതെങ്കിലും ഒരു LDF സർക്കാർ നാളിതുവരെ കേരളത്തിൽ അധികാരത്തിൽ വന്നതായി NSSO NSSന് സഹായം കിട്ടിയിട്ടാണ് തങ്ങൾ അധികാരത്തിൽ വന്ന LDFO നാളിതുവരെ പറഞ്ഞിട്ടില്ല. പരസ്പരം അത്തരം ഒരു ക്ലെയിം ആർക്കുമില്ല, അവർ തങ്ങളിൽ. അതേസമയം UDFുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ UDFന് സ്ഥിരമായി UDFനെ സംബന്ധിച്ചോളം അവരത് അംഗീകരിക്കുന്നവരാണ്. പിന്നെ NSSന്റെ സഹായം തങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നതിൽ പരസ്യമായി ഒരു മടിയും അവർ പറയാറില്ല. പരസ്യമായി തന്നെ അത് പിന്നെ അംഗീകരിക്കുകയും എൻഡോസ് ചെയ്യുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെ വൈകുന്നേരം കൊടിക്കുന്നിൽ സുരേഷ്, ചങ്ങനാശ്ശേരിയിലെ MPയും കൂടെയാണല്ലോ അദ്ദേഹം, ആ അസംബ്ലി മണ്ഡലത്തിന്റെ MPയാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ ചെല്ലുകയും സംസാരിക്കുക, ഹൈക്കമാൻഡിൻ്റെതടക്കം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടാണ് ചെന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അദ്ദേഹം അവിടെ ചെല്ലുകയും സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞല്ലോ, ഈ പ്രശ്നം, ശബരിമല പ്രശ്നം സംസാരിക്കാനായിട്ട് കോൺഗ്രസോ BJPയോ പെരുന്നയിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുകയും ആരും പറയാതിരിക്കുകയും ഒരു തർക്കമോ പ്രശ്നങ്ങളോ സംശയങ്ങളോ ചോദ്യങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഇന്നത്തെ മീറ്റിംഗ് കഴിയുകയും ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് കാണേണ്ടത്. അപ്പോൾ അവിടെ വരുന്നത് എന്താണ്? ഒരു പുതിയ നിലപാട് NSS സ്വീകരിച്ചിട്ടില്ല. NSS 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിക്ക് ശേഷം നാമജപ ഘോഷയാത്രയായിട്ട് രംഗത്തിറങ്ങുമ്പോൾ ഒറ്റ മുദ്രാവാക്യമായിരുന്നു ന്യൂക്ലിയസിലുണ്ടായിരുന്ന NSSന്റെ, ആചാര ലംഘനം അനുവദിക്കില്ല. ഇതേ സുകുമാരൻ നായർ പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. അയ്യപ്പ കോപം ഉണ്ടാകുമോ, ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടിയാണ് നൽകിയത്. ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് പറഞ്ഞത് സുകുമാരൻ നായർ. ഓക്കെ, അതന്നെ, അത് അദ്ദേഹം ഇന്നലെ മറുപടി പറയുകയും ചെയ്തല്ലോ. അതെന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, വ്യക്തിപരമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തന്നെ പറഞ്ഞല്ലോ. എന്റെ വ്യക്തിപരമായ നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞത് എന്തുകൊണ്ട് എന്നതറിയാനുള്ള ബാധ്യത കരയോഗത്തിലെ മറ്റംഗങ്ങൾക്കില്ലേ എന്നതാണ് ചോദ്യം.
ആ നിലപാടിൽ മലക്കം മറിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ഈ NSSന് അല്ലെങ്കിൽ SNDPക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായ സംഘടനകൾക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല. അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. അതിലെ അംഗങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൃത്യമായി ഉണ്ട്. പക്ഷെ ആ സമുദായ സംഘടനകൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഒരു ഘട്ടത്തിലും ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അതിന് വിപരീതമായിട്ടാണ് കഴിഞ്ഞ താങ്കൾ ഇപ്പൊ ചൂണ്ടിക്കാണിച്ച ആ പ്രശ്നം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞത്. അതിന്റെ മറുപടി, അതിന്റെ വിശദീകരണം ഇന്നലെ അദ്ദേഹം വീണ്ടും നൽകിയത് അതെന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, NSSന്റേതല്ല. അപ്പൊ അത് ആ ഭാഗം അദ്ദേഹം ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതല്ല, 2018 നാമജപ ഘോഷയാത്രയിൽ ഉന്നയിക്കപ്പെട്ടിരുന്ന NSSന്റെ മുഖ്യ പ്രശ്നം ആചാര ലംഘനം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ്. അതേ സ്റ്റാൻഡ് NSS ഇപ്പോഴും മാറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ജനറൽ സെക്രട്ടറി പറയുന്നത് പിന്നെ മാതൃഭൂമിക്കൊക്കെ കൊടുത്ത ദേവസ്വം മന്ത്രിയോട് മുഖ്യമന്ത്രി പറഞ്ഞു, എന്നെ അറിയിച്ചു ആചാര ലംഘനം നടത്തില്ല. 2018 നിലപാട് മാറ്റി. അല്ല അതല്ല NSS അല്ല മാറ്റിയത്, NSS അല്ല സർക്കാർ നിലപാട് മാറ്റി എന്ന് തന്നെയാണ് അദ്ദേഹം തീർത്ത് പറഞ്ഞത്. സർക്കാർ നിലപാട് മാറ്റിയോ ജയിച്ചത്? സർക്കാർ അങ്ങനെ ഒരു നിലപാടിൽ നിന്ന് പിന്നാക്കം പോയോ? ഞാനിത് പറയാം. ഈ ചർച്ചയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, അതാണ് പറയുന്നത്. ഈ പിന്നെ 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി നൽകിയ വിധി, സുപ്രീം കോടതിയുടെ ഉത്തരവ് മറ്റൊരു വിധിയിലൂടെ മാറ്റപ്പെടാത്ത കാലത്തോളം അതാണല്ലോ റൂൾ ഓഫ് ലോ ഈ കാര്യത്തിൽ, ശബരിമലയുടെ വിഷയത്തിൽ. എന്ന് പറഞ്ഞാൽ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക്, യുവതികൾക്ക് അവിടെ പ്രവേശിക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് ഓർഡറായിട്ട് നിൽക്കുന്നത്. പക്ഷേ ജനറൽ സെക്രട്ടറി ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ LDF സർക്കാർ അങ്ങനെ ആരെങ്കിലും അവിടെ പ്രവേശിപ്പിക്കാൻ ഇതുവരെ അവര് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പ്രവേശിപ്പിക്കാതിരിക്കുകയും ഒപ്പം ശബരിമലയുടെ വികസനത്തിന് തുടക്കമിടുകയും ചെയ്യുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രവിശ്വാസവും ക്ഷേത്രങ്ങളും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരും അതിനെ പിന്തുണയ്ക്കും എന്നും അദ്ദേഹം മാതൃഭൂമിയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഇക്കാര്യം വസ്തുതയല്ലേ. അത് ഗവൺമെന്റ് അവിടെ ആരെയും പ്രവേശിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടേ ഇല്ല, അങ്ങനെ താല്പര്യവും കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതി തീർച്ചയായിട്ടും നിശ്ചയമായി അത് പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല 2019 മുഖ്യമന്ത്രി പറയുന്നുണ്ട്, പരസ്യമായി പറയുന്നുണ്ട്. അവിടെ ഒരു നിലപാട് മാറ്റമുണ്ടായി. ശരി, അങ്ങ് തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ അവിടെ ഒരു നിലപാട് മാറ്റമുണ്ടായി എന്ന് അങ്ങ് തന്നെ സമ്മതിക്കുന്നു. 2, ഇപ്പോൾ അമൃതാനന്ദമയിയുടെ അടുത്ത് പോയി ചുംബിച്ചുകൊണ്ട്, ഒരു അമ്മ എന്ന വാത്സല്യത്തോടെ ചുംബിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി നൽകുന്ന സന്ദേശം എന്താണ്? ഇതല്ല ആയിരുന്നില്ലല്ലോ 2016 ഇടതുപക്ഷത്തിന്റെ നിലപാട്. അല്ല, ഇതിന്റെ അകത്ത് ഇത്തരം എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ ഐഡിയോളജിയുമായി കൂട്ടിക്കെട്ടുന്ന അതൊരു തരം വക്രീകരണമാണെന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ പ്രശ്നം കൂട്ടിക്കെട്ടാൻ പറ്റൂ? സജി ചെറിയാൻ ഇടത് ഐഡിയോളജിയല്ലേ ഉള്ളത്? ഐഡിയോളജിയിലാണോ ഈ പിന്നെ പാർലമെന്ററി ഡെമോക്രസി ഭരണവ്യവസ്ഥയെ സ്വീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. അതിൽ ഭരണഘടനയാണ് പ്രമാണം. അതെല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ. ഇടതുകക്ഷികളും രാഹുൽ ഗാന്ധിയും ഒക്കെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇടതുപക്ഷമൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഒരു പക്ഷം, അപ്പുറത്തേത് പക്ഷം എ പക്ഷം ബി എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അല്ല, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി വേണമല്ലോ. അല്ല, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണമല്ലോ. അതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് പറയാന്ന് വെച്ചാൽ അതിനുവേണ്ടി ന്യായത്തിന് വേണ്ടി പറയാനുള്ളതല്ല. അമൃതാനന്ദമയി പിന്നെ സജി ചെറിയാൻ ചുംബിച്ച വിഷയം അതാണ് ഞാൻ പറയുന്നത്. ആരാധ്യയായ അമൃതാനന്ദമയി ജനങ്ങളോട് അല്ലെങ്കിൽ അവരാരെ അഭിവാദ്യം ചെയ്താലും അഭിവാദ്യം ചെയ്യുന്നത് ഒന്നുകിൽ ആലിംഗനം ചെയ്താണ് അല്ലെങ്കിൽ ഉമ്മ വെച്ചാണ്. അത് ഒരു ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എക്കാലവും അവരുടെ ഒരു ശൈലി, രീതി അങ്ങനെ തന്നെയായിരുന്നു. അതിന്റെ അതേ നിലവാരത്തിലുള്ള നിലയിലുള്ള ഒരു പ്രത്യഭിവാദ്യമാണ് സജി ചെറിയാൻ ഇന്ന് നടത്തിയത്. നടത്തുക മാത്രമല്ല, സജി ഇത് പറയുന്നുണ്ട്, ഞാൻ എന്റെ അമ്മയെ പോലെ കണ്ട് ഞാൻ തിരിച്ച് ഉമ്മ വെച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ എന്താണോ മാതാ അമൃതാനന്ദമയി അവരുടെ
ഈ അഭിവാദ്യ രീതി ഇത് നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത്, അതേപോലെ തന്നെ പ്രത്യഭിവാദ്യം വേറൊരു രൂപത്തിൽ അദ്ദേഹത്തിന് അമ്മ എന്നുള്ള ആ വാത്സല്യാതിരകത്തോടുകൂടി സഹിച്ചറിയാൻ ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എനിക്ക് അതിനോടാണ് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഞാൻ അതാണ് കാണുന്നത്. അമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട 2016 നിലപാടുകളൊക്കെ മറന്നുകൊണ്ടായിരിക്കുമല്ലോ ഈ വാത്സല്യം ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെയല്ലല്ലോ. അപ്പം അമൃതാനന്ദമയി മഠത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ബേസ്ഡ് അല്ലേ സാർ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നത്? താങ്കൾ ആ ഇന്റർവ്യൂ ആണ്, അല്ലെങ്കിൽ വിദേശത്ത് പോയി എടുത്ത ഇന്റർവ്യൂ ആണ് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഞാനത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചില്ല, അങ്ങനെയാണ് ഞാൻ കരുതിയിട്ട് പറയുകയാണ്. ഇഷ്യൂ ബേസ്ഡ് ആണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് അതേ നിലപാടിൽ തന്നെ പിന്നെ എക്കാലവും തുടർന്നു കൊള്ളണം എന്ന് ആർക്കാണ് ശാഠ്യം പിടിക്കാൻ പറ്റുക? പിണറായി വിജയൻ വരുന്നത് കൂടി കാണേണ്ടി വരുമോ എന്നുള്ളതാണ് വി.ഡി. സതീശൻ ചോദിച്ചത്. ഞാൻ അതിലേക്ക് വരാം. ഇതിലേക്ക് ആരുടെ ദൂരം എന്നുള്ളതാണ് ചോദ്യം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ എം ജയചന്ദ്രൻ ഇടതു നിരീക്ഷകൻ, ശ്രീ സന്ദീപ് വചസ്പതി BJP പ്രതിനിധി, ശ്രീ രാജ്മോഹൻ കോട്ടയം കിളിരൂർ NSS കരയോഗം പ്രസിഡന്റ് എന്നിവരാണ് ചർച്ചയിൽ. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് പോകുന്നു. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഞാൻ നേരത്തെ അങ്ങേ വിശേഷിപ്പിച്ചപ്പോൾ സണ്ണി ജോസഫ് എന്ന് വിശേഷിച്ച് പോയി, തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ഒരു വാക്കുപിഴയായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇന്നിപ്പോൾ വി.ഡി. സതീശൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചർച്ചയുടെ ക്രെക്സും അത് തന്നെയാണ്. പോയി പിണറായി വിജയൻ കാഷായ വസ്ത്രമിട്ട് വരുമോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ആ ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നാണോ അങ്ങും കരുതുന്നത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? അരുണെ, എനിക്ക് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടായില്ല. പക്ഷേ അരുണ് എൻ്റെ പേര് പോലും മറന്നുപോയോ എന്നൊരു വിഷമം പെട്ടെന്ന് തോന്നി എന്നുള്ളതൊരു ശരിയാകട്ടോ. പക്ഷേ എന്തോ തെറ്റുപറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ 32 മിനിറ്റായി. അതിൽ ജയേന്ദ്രൻ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം 20 മിനിറ്റോളം സംസാരിച്ചു. അദ്ദേഹം അതുവരെ സംസാരിച്ചത് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വരിയിൽ സംക്ഷേപിച്ച് പറയാം, അല്ലെങ്കിൽ ചുരുക്കി പറയാം. അതായത് ഇന്ന് അവിടെ പെരുന്നയിൽ നടന്ന പ്രതിനിധി സമ്മേളനം, ആ സമ്മേളനത്തിൽ 297 അംഗങ്ങൾ സംബന്ധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പ്രഖ്യാപിച്ച, അതായത് NSS ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ച NSSൻ്റെ നിലപാടിനോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് 15 മിനിറ്റ് തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരാൾ പോലും എതിരഭിപ്രായം പറഞ്ഞില്ല. അതാണ് അദ്ദേഹം ഈ 20 മിനിറ്റോളം സംസാരിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. അത് NSSൻ്റെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഈ ഒരു പാനലിൽ ഒരുപക്ഷെ അരുണും ഞാനുമായിരിക്കും NSSുമായിട്ട് വലിയ ബന്ധമില്ല. അതെനിക്ക് അരുണിൻ്റെ NSS ബന്ധം അറിയത്തില്ല, സന്ദീപിൻ്റേതും സത്യത്തിൽ എനിക്കറിയത്തില്ല. ഒരു കരയോഗം പ്രസിഡൻ്റുണ്ട്, ജയേന്ദ്രൻ NSSുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. NSSൻ്റെ സംവിധാനം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പത്രപ്രവർത്തനം എന്ന നിലയിലൊക്കെ. എൻ്റെ ജയചന്ദ്ര, NSS പോലെ ഒരു സംവിധാനത്തിൻ്റെ സംഘടനയുടെ, അതിപ്പം കൂടുതൽ ചോദിച്ചാൽ രാജ്മോഹൻ പറഞ്ഞുതരും, ആ ഒരു സംഘടനയുടെ പ്രതിനിധി സമ്മേളനം ചേരുമ്പോൾ അത് 270 370 ആണെങ്കിലും NSSൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചെറിയ ശബ്ദം പോലും NSSനുണ്ടാവില്ല. NSSൻ്റെ സംവിധാനം അങ്ങനെയാണ്. NSSൻ്റെ ജനറൽ സെക്രട്ടറി ഒന്നും പെട്ടെന്ന് ചുവരെഴുതിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഒട്ടിച്ചോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. പണ്ട് സോവിയറ്റ് യൂണിയനിൽ ക്രൂഷ്ചേവ് സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്രൂഷ്ചേവ് വെച്ച് എന്താ നിങ്ങളിപ്പം മിണ്ടാത്തെ? ആരും മിണ്ടിയില്ല. കാരണം സ്റ്റാലിൻ പോയാൽ പിന്നെ ക്രൂഷ്ചേവാ, അവിടെ മിണ്ടാൻ പറ്റത്തില്ല. NSS സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. NSSൻ്റെ സംഘടനാ സംവിധാനം അങ്ങനെയാണ്. അവിടെ NSS ജനറൽ സെക്രട്ടറി ഒരു നിലപാടെടുത്ത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയില്ല. അതുകൊണ്ട് ആർക്കും ഈ നിലപാടിൽ എതിർപ്പില്ല എന്നൊന്നും പറയരുത്. രാജ്മോഹൻ എന്താ ഇവിടെ ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്നലെ നമ്മളൊന്നിച്ചൊരു ചർച്ചയിലുണ്ടായിരുന്നു. അവിടെയും അതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ടെലിവിഷൻ ചർച്ചകളിലുമൊക്കെ വന്ന ഒരൊറ്റ സംശയമേ ഉള്ളൂ. പമ്പയിലൊരു ആഗോള അയ്യപ്പ സംഗമം നടന്നു എന്നതുകൊണ്ട് മാത്രം അവിടുത്തെ വികസന പരിപാടിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ആകെ മൂന്ന് സെഷനൊക്കെ അവിടെ വെച്ചിരുന്നു. അവിടെ ചർച്ചയൊന്നും നടന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. മാസ്റ്റർ പ്ലാൻ പോയിട്ട് ഒരു മൈനർ പ്ലാൻ പോലും അവിടെ ആരുടെയും മുമ്പിലില്ല. എന്താണ് ശബരിമലയുടെ വികസനത്തെ പറ്റി പറഞ്ഞത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഈ മാറ്റം ഉണ്ടാകുന്നത്? അതാണ് ചോദ്യം. അതാണ് രാജ്മോഹൻ ഇവിടെ ഉന്നയിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി അരുണിൻ്റെ ഒരു ചോദ്യത്തിനോട് കൃത്യമായിട്ട് പറഞ്ഞു. ഈ ശരിദൂരം എന്ന് പറയുന്നത് ഭക്തരുടേതാണെന്നാണ്. ഈ നയമാറ്റവുമായി ബന്ധപ്പെട്ട് 3-4 ന്യായങ്ങൾ ശ്രീ സുകുമാരൻ നായർ പറഞ്ഞ എന്തൊക്കെയാ? ഒന്ന് പറഞ്ഞത് അവിടെ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് കൂടുതൽ സ്ത്രീകളെ കയറ്റാമായിരുന്നു, എന്നിട്ടും കയറ്റിയില്ല എന്നുള്ളത്. ജയേന്ദ്ര, എന്തുകൊണ്ടാണ് അവിടെ ആളുകൾ സ്ത്രീകളെ കടത്താതിരുന്നത്, അല്ലെങ്കിൽ കടക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? അമ്മിണി ബിന്ദു പിന്നെ ഒരു കനകദുർഗ ഇവരെയും കൊണ്ടാണ്ട് 700 മീറ്റർ അടുത്ത് വരെ ചെന്നില്ലേ? എന്നിട്ട് അകത്ത് കിടക്കാൻ പറ്റിയോ? അന്ന് ശരിദൂരമെടുത്ത ഭക്തജനങ്ങൾ അവരുടെ പ്രതിരോധം കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അല്ലാതെ ഗവൺമെൻറ് പിണറായി വിജയൻ വേണ്ടാന്ന് വെച്ചിട്ടല്ല, പോലീസിൻ്റെ ഹെൽമെറ്റ് പിടിച്ചാണ് ഇവരെ കൊണ്ടുപോയത്. അപ്പം തന്ത്രി പറഞ്ഞു, ഈ സ്ത്രീകൾ ഇവിടെ കടന്നാൽ സന്നിധാനത്തിൽ വന്നാൽ ഞാൻ നടയടച്ചിട്ട് പോവും എന്ന് പറഞ്ഞു. അതാണ്. അല്ലാതെ അന്നത്തെ ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ പിണറായി വിജയൻ ഇവരാരുമല്ല. അവർ ശ്രമിച്ചത് കടത്താനാണ്. ആ ന്യായം ഇവിടെ എത്രത്തോളം പ്രസക്തമാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണോ ഈ ഒരു നിലപാട് പെട്ടെന്ന് എടുത്തത്? പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് BJPക്കാരൊരു നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് ചെയ്തില്ല. ജയേന്ദ്രൻ, നമുക്കറിയാമല്ലോ ഭരണഘടനാ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഈ വിധി പറഞ്ഞത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ വളരെ ആചാരപരമായ ഒരു ആവശ്യം, ആ ആചാരം സംരക്ഷിക്കണമെന്ന് അന്നും ഇന്നും പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയോ NSSO SNDP ഒന്നുമല്ല. പക്ഷേ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന പലരും പിന്തിരിപ്പൻ എന്ന് പറയുന്ന ആശയമുള്ള ആളാണ് ഞാൻ. എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ടൊരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ആർക്കും അറിയാൻ മേലാത്തത്? ജയചന്ദ്ര, കോൺഗ്രസ് കള്ളത്തരം കാണിക്കുമെന്ന് പറഞ്ഞു. ഈ നിലപാടിൽ കോൺഗ്രസ് കള്ളന്മാരോ കള്ളത്തരം കാണിക്കുന്നവരാവട്ടെ, അതോടെ നിൽക്കട്ടെ, രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ വിഷയത്തിൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് എന്ത് കള്ളത്തരമാണ് കാണിച്ചത്? NSSൻ്റെ പ്രവർത്തകർക്ക്, കരയോഗം പ്രസിഡന്റ് പോലുള്ളവർക്ക് ഇതറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ? കേരളത്തിൽ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ വിഷയമായിട്ട് അടുത്ത ബന്ധമില്ലെങ്കിലും അറിയാൻ ആഗ്രഹമില്ല എന്തുകൊണ്ടാണിത്. പിന്നെ തെറ്റുതിരുത്തി വന്ന ഒരു ഇടതുപക്ഷ സർക്കാർ. അപ്പോൾ തെറ്റുതിരുത്തി വരുമ്പോൾ അവരെ നമുക്ക് സ്വീകരിക്കാമല്ലോ എന്ന്. ഇതൊക്കെയാണോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം? അങ്ങേക്കറിയാമല്ലോ, NSS എപ്പോഴും ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ്. ഈ പണ്ട് കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദു മണ്ഡലം ഉണ്ടായതും അതിനൊരു ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം ഉണ്ടാക്കിയതൊക്കെ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ താങ്കൾ ചോദിച്ചല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് NSSൻ്റെ സഹായത്തോടെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. കേന്ദ്ര 57-ലെ സർക്കാർ വന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായിട്ടാണ്. അത് CPM ഔദ്യോഗികമായി അല്ല, അന്നത്തെ CPI അവർ ഔദ്യോഗികമായിട്ട് ചെയ്തതല്ല. MN ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭനുമായി ചേർന്ന് ആലപ്പുഴ, കൊല്ലം, അന്നത്തെ കൊല്ലം, പത്തനംതിട്ടയിൽ ആലപ്പുഴ, കൊല്ലം, കോട്ടയം ജില്ലകളിൽ വിജയസാധ്യതയുള്ള നായർ സമുദായങ്ങൾക്ക് വിജയസാധ്യതയുള്ളിടത്ത് നായർ സമുദായ അംഗങ്ങളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച, ഞാൻ വേണമെങ്കിൽ സൗകര്യം പോലെ എണ്ണം പറഞ്ഞു തരാം ജയേന്ദ്രന്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നിലപാടിലൊന്നും ഒരു മാറ്റവും ഇല്ല, മന്നത്ത് പത്മനാഭൻ എടുത്ത നിലപാടുകൾ. മന്നത്ത് പത്മനാഭൻ്റെ നിലപാടാണോ ഇപ്പം എടുത്തിരിക്കുന്നത്? ആണോ? അപ്പം ഈ രാജ്മോഹനെ പോലെ, ഞാൻ രാജ്മോഹനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ്. ഇവർ ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യത്തിന് ഒരു ഉത്തരം പറഞ്ഞാൽ മതി. സുപ്രീം കോടതി വിധി അവിടെ നിൽക്കുക, ആരും വിസ്തരപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, 10-നും 50-നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ നയമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ സർക്കാർ നൽകിയ അഫിഡാവിറ്റ് അവിടെ നിൽക്കുകയാ. മാറ്റമുണ്ടാകണം, സർക്കാരിന് മാറ്റമുണ്ടായി എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ NSS കൊടുത്തിട്ടുള്ള ഒരു പുനഃപരിശോധന ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് അടുത്ത കാലത്ത് പോലും എടുക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ കേസിൽ NSS എടുത്ത നിലപാടിന് അനുകൂലമായിട്ട് കക്ഷി ചേരാൻ പിണറായി വിജയന്റെ സർക്കാരിന് സാധിക്കുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് അഫിഡാവിറ്റ് പിൻവലിച്ചാൽ പോരാരുണേ. അല്ല, ഒറ്റ കാര്യം ഞാനൊരു മിനിറ്റ് പറയട്ടെ അരുണേ. എനിക്ക് തരണ്ടേ സമയം? നിങ്ങളെന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതല്ലേ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അഫിഡാവിറ്റ് പിൻവലിച്ചാൽ പോരാ. പിണറായി വിജയൻ സർക്കാർ കൊടുക്കേണ്ട അഫിഡാവിറ്റ് ഏതാണെന്നറിയാമോ? ഞങ്ങളുടെ ഗവൺമെന്റിന്, ഞാൻ നയിക്കുന്ന ഗവൺമെന്റിന്റെ നിലപാട് 10-നും 50-നും വയസ്സിനിടയ്ക്ക് വയസ്സ് പ്രായമുള്ള സ്ത്രീകളെ ശബരിമല സന്നിധാനത്തിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരു അഫിഡാവിറ്റ് കൊടുക്കാൻ പറയുമോ? എന്നിട്ട് അല്ലാതെ ഈ ഗവൺമെന്റ് മാറി
ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല, കണ്ടില്ലേ 297 പേരും അംഗീകരിച്ചു എന്നൊക്കെ വാദത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ ജയചന്ദ്ര, നിങ്ങൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് പറയുന്നതിൽ എനിക്ക് നിങ്ങളായതുകൊണ്ട്, മറ്റാരെങ്കിലുമാണ് എനിക്ക് അങ്ങനെ സങ്കടം തോന്നത്തില്ല, നിങ്ങളായതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ വെറുതെ NSSനെയും അത് ഒപ്പം പിണറായി വിജയനെ ന്യായീകരിക്കാൻ, ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സന്ദീപ് വചസ്പതി, ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? BJPക്ക് ഒരു ആശങ്കയുണ്ടോ ഈ വിഷയത്തിൽ? ഭക്തജനങ്ങളും വിശ്വാസികളും ഇടതുപക്ഷത്തേക്ക് മാറുന്നുണ്ടോ NSSന്റെ പെരുന്ന വഴി? ചർച്ച തുടങ്ങിയിട്ട് 45 മിനിറ്റായി ശ്രീ അരുൺകുമാർ. ഇനിയിപ്പോൾ എത്ര സമയം ചർച്ചയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ BJPയെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. കാരണം അന്നും ഇന്നും ഞങ്ങൾക്കൊറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഭക്തർക്കൊപ്പമാണ്, വിശ്വാസികൾക്കൊപ്പമാണ്. വിശ്വാസികൾക്കൊപ്പം നിന്ന ഒരു പ്രസ്ഥാനവുമാണ് BJP. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ് നിർത്തിയെടുത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു വാചകം പറഞ്ഞുവല്ലോ, അന്ന് എന്തുകൊണ്ടാണ് യുവതികളെ സന്നിധാനത്ത് വരെ എത്തിയിട്ടും കയറ്റാതിരുന്നത്, തന്ത്രി നടയടച്ചിടും എന്ന് പറഞ്ഞ ഒരു കാര്യത്തോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭക്തരുടെ ചെറുത്തുനിൽപ്പ്. ആരാണ് ആ ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തത്? കേരളത്തിൽ നിങ്ങൾ 1900 കേസുകൾ, 2000-ഓളം കേസുകൾ എന്നൊക്കെ പറഞ്ഞില്ല. 2000 കേസുകളൊന്നുമല്ല, അതൊക്കെ സർക്കാരിൻ്റെ കള്ളക്കണക്കാണ്. BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീമാൻ K. സുരേന്ദ്രൻ്റെ പേരിൽ മാത്രം 600-ഓളം കേസുകളുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന ശശികല ടീച്ചർക്കെതിരെയുണ്ട് 500-ഓളം കേസുകൾ. അപ്പോൾ അതൊക്കെ 1900 എന്നൊക്കെ സർക്കാർ പറയുന്നത് വളരെ തട്ടിപ്പായ കണക്കുകളാണ്. ഇന്നും ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ കോടതി കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കതിൽ ഖേദമോ ഞങ്ങൾക്കതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് യുവതി പ്രവേശം സാധ്യമായില്ല, അല്ലെങ്കിൽ യുവതികൾ നിർബാധം അവിടേക്ക് കയറിയില്ല എന്ന് ചോദിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയ പ്രതിഷേധം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കെതിരെ മാത്രം കേസായത്, ഞങ്ങൾ മാത്രം മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഈ CPM ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ അവജ്ഞയും പുച്ഛവുമാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ നോക്കൂ, CPIM ഒരു കുറ്റി അടിച്ചതിന് ശേഷം അതിന് ചുറ്റും അവർ തന്നെ കിടന്ന് കറങ്ങുകയാണ്. അവരൊരു സമയത്തൊരു നിലപാട് പറയും, അപ്പോൾ കുറേ നമ്മളിപ്പോൾ ആധുനിക ഭാഷയിൽ പറഞ്ഞ അന്തം കമ്മികളായ ചില വിവരദോഷികൾ പാർട്ടി പറഞ്ഞ നിലപാടിന് പുറകെ പോകുന്നു. കുറേ കഴിയുമ്പോൾ നേതാക്കന്മാർക്ക് തോന്നുന്നു അതല്ല ഇതാണ് ശരി, അപ്പോൾ കുറേ പ്രതി ഇങ്ങോട്ട് മാറും. ഇതിനപ്പുറത്തേക്ക് എന്ത് രാഷ്ട്രീയ നിലപാടാണ്? ഇതാണ് ഇതിൻ്റെ പേര് രാഷ്ട്രീയമെന്നാണോ അതോ വയറ്റിപ്പിഴപ്പ് രാഷ്ട്രീയമെന്നാണോ എന്ന് കാലം വിലയിരുത്തട്ടെ. ഇത് വയറ്റിപ്പിഴപ്പ് രാഷ്ട്രീയമല്ലേ? നിങ്ങൾ എന്തായിരുന്നു, ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിനൊന്നും തയ്യാറാകുന്നില്ല, പക്ഷേ ഓരോ ഘട്ടങ്ങളിൽ നമ്മളെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടായി അല്ലെങ്കിൽ അവരുടെ നയമായി കണക്കാക്കുന്നത് എന്താ? അതത് കാലഘട്ടത്തിൽ അവരുടെ നേതാക്കന്മാർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് പുറത്തിറക്കുന്ന പ്രസ്താവനകളിൽ കൂടിയാണല്ലോ. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട M. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് ഇടതുപക്ഷ നിലപാട് എന്ന് പറയാൻ ഇവിടെ ദാസ് ക്യാപിറ്റൽ ഇതൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അങ്ങനെ പറയാൻ അതത് സമയങ്ങളിൽ നിങ്ങൾ ഈ ജനകീയ ജനാധിപത്യത്തിന് വഴിമാറി കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ച അടവ് നയം അല്ലേ? CPIM നേതാക്കന്മാർ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർ വളരെ മനോഹരമായ ഒരു പദപ്രയോഗത്തിൽ കൂടി അവസരവാദ രാഷ്ട്രീയത്തെ വിശേഷിപ്പിച്ച വാക്കാണല്ലോ അടവ് നയം എന്നുള്ളത്. മറ്റുള്ളവർ സ്വീകരിച്ചാൽ അത് അവസരവാദവും ഇവർ സ്വീകരിച്ചാൽ അടവ് നയവും. ഇതിനെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്കതിൽ അഭിപ്രായമുള്ളൂ. പക്ഷേ അതത് കാലഘട്ടത്തിൽ ഇവരുടെ നേതാക്കന്മാർ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ NSSന്റെ കാര്യം പറയുമ്പോൾ എന്തായിരുന്നു നായർ സ്ത്രീകളെ പറ്റി PK ശ്രീമതി ടീച്ചർ അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞത്? ഒന്ന്, മാതാ അമൃതാനന്ദമയി ദേവിയെ പറ്റി എന്തായിരുന്നു ഇവരുടെ നിലപാട്? ശബരിമലയെ പറ്റിയുള്ള നിലപാട് എന്തായിരുന്നു? എന്തായിരുന്നു? ഇതിനു മുൻപ് ഇവരുടെ ഒരു നേതാവ് പറഞ്ഞില്ലേ, ഞങ്ങൾ 4 പതിറ്റാണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും 4 വോട്ടിനു വേണ്ടി സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ ഞങ്ങളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച കുറേ മണ്ടന്മാർ ഈ നാട്ടിലുണ്ടല്ലോ. അവരോടും ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. അതുകൊണ്ട് CPIMോ ഇടതുപക്ഷമോ ഇന്ത്യയിൽ എക്കാലവും സ്വീകരിച്ചിരുന്നത് അതത് കാലത്തെ നേതാക്കന്മാരുടെ വയറ് നിറയ്ക്കാനുള്ള വയറ്റിപ്പിഴപ്പ് രാഷ്ട്രീയം. പിണറായി വിജയന് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ കൊണ്ട് സാധിക്കുമോ? ഈ ഒരു പരീക്ഷണമാണ്. ആദ്യഘട്ടത്തിൽ എന്താണ് UDFന്റെ വിരുദ്ധ രാഷ്ട്രീയം അല്ലെങ്കിൽ ആൻറ്റി ഇൻകംബൻസിയെ ഇന്ധനമാക്കിക്കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നൊന്ന് VSന്റെ ജനകീയതയെ ഇന്ധനമാക്കി ആൻറ്റി ഇൻകംബൻസി ഇന്ധനമാക്കി പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ വന്നു. രണ്ടാമത് എന്താണ് സ്വീകരിച്ചത്? ആൻറ്റി ഹിന്ദു നിലപാട് സ്വീകരിച്ച് അധികാരത്തിൽ വന്നു. ഇപ്പോൾ ആ ആൻറ്റി ഹിന്ദു നിലപാട് കേരളത്തിൽ വിലപ്പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രോ ഹിന്ദു നിലപാടാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് ഇതിനെന്ത് സാങ്ക്ടിറ്റിയാണ് ഇവരുടെ നിലപാടുകൾക്കുള്ളത്?
മാതാ അമൃതാനന്ദമയി ദേവിയെ സജി ചെറിയാൻ ചുംബിച്ചതിനെ പറ്റി ബഹുമാനപ്പെട്ട എം ജയചന്ദ്രൻ എന്താ പറഞ്ഞത്? അമ്മ സാധാരണ ഭക്തന്മാരെയൊക്കെ ചുംബിച്ചാണ് സ്വീകരിക്കുന്നത്, അതേ രീതിയിൽ അദ്ദേഹം പ്രത്യഭിവാദ്യം ചെയ്തു എന്നൊക്കെയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം. എനിക്കത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. സാധാരണഗതിയിൽ സുജന മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ശ്രീ എം ജയചന്ദ്രൻ. ഓരോ മണ്ഡലമാസ കാലഘട്ടത്തിലും നട തുറക്കുമ്പോൾ ഈ ദേവസ്വം മന്ത്രിമാരായിരിക്കുന്ന ചില വിഡ്ഢിക്കോമരങ്ങളുണ്ടല്ലോ, അവർ കെട്ടും കെട്ടി മല കയറാറുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് കൈയും കെട്ടി നിൽക്കുന്നതോ അപ്പോൾ ഒരു സുജന മര്യാദയും പ്രത്യഭിവാദ്യവും ഒന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല ശ്രീ എം ജയചന്ദ്രൻ. അവിടെ എന്താണ്, അവിടെ നട തുറക്കുമ്പോൾ ഒരു കൈ എടുത്ത് തൊഴാൻ ഉള്ള മര്യാദ കാണിക്കാത്തവന്മാർ 4 വോട്ടിന് വേണ്ടി അമൃതാനന്ദമയി ദേവി എന്നല്ല, നാളെ നിങ്ങളിപ്പോൾ പുച്ഛിക്കുന്ന ഭാരതാംബയെ പുകഴ്ത്തും. നാളെ നിങ്ങൾ കാവിക്കൊടിക്ക് കീഴിൽ അണിനിരക്കും. യാതൊരു തർക്കവുമില്ല ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഗൂഢമായ ഒരു ആനന്ദമാണുള്ളത്. കാരണം ഇവരെന്തിനെയൊക്കെ തള്ളിപ്പറഞ്ഞോ, ഇവരെന്തിനെയൊക്കെ നിഷേധിച്ചുവോ അതിനൊക്കെ ഇവർ അടിമപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു വിശാല ഹിന്ദു സമ്മേളനം 982 നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിലാണ് കേരളത്തിൽ കർക്കടക മാസത്തെ രാമായണ മാസമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ആരുടെ തീരുമാനം? വിശ്വ ഹിന്ദു പരിഷത്തും RSSും അടക്കമുള്ള സംഘപരിവാറിന്റെ തീരുമാനം. പി പരമേശ്വർജിയും ചിന്മയാനന്ദ സ്വാമികൾ അടക്കമുള്ള അന്നത്തെ ഹൈന്ദവ നേതാക്കന്മാരുടെ തീരുമാനം. ആ തീരുമാനത്തെ പിൽക്കാലത്ത് CPIM അംഗീകരിച്ചില്ലേ? എന്തായിരുന്നു അന്ന് തിരുനെല്ലി കരുണാകരൻ അടക്കമുള്ള അന്നത്തെ പുക്കാസ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്? എന്തായിരുന്നു? രാമായണം കത്തിക്കൽ മഹാമഹം നടത്തിയില്ലേ കേരളം മുഴുവൻ? അവസാനം രാമായണ മാസത്തിൽ അഭയം പ്രാപിച്ചല്ലോ. പിന്നീട് ശ്രീകൃഷ്ണ ജയന്തി വന്നു. കേരളത്തെ മുഴുവൻ ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമിരോഹിണി ആഘോഷിക്കണമെന്ന സംഘപരിവാറിന്റെ ആഹ്വാനം കേരളം മുഴുവൻ ഏറ്റെടുത്തപ്പോൾ AKG സെന്ററിന്റെ നിലപാട് എന്തായിരുന്നു? കുട്ടികളെ വർഗീയതയിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു വലിയ കോലാഹലം ഉണ്ടാക്കി. ഇപ്പോ ആരാണ് ശ്രീകൃഷ്ണ ജയന്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞങ്ങളെ കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങളെയും ശ്രീകൃഷ്ണ നടത്തുക. ഇവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റാതെ വരുമോ സന്ദീപ് വചസ്പതി? അതൊരിക്കലും വരില്ലല്ലോ. കാപട്യത്തെ തിരിച്ചറിയാനുള്ള വിവരം എന്നും മലയാളിക്ക്. ഞാനൊരു ഇടവേള എടുത്ത് തിരിച്ചു വരാം. ഗണേശോത്സവം ശരിയിലേക്ക് ആരുടെ ദൂരം എന്നാണ് ചോദ്യം. സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ, എം ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, സന്ദീപ് വചസ്പതി BJP പ്രതിനിധി, രാജ്മോഹൻ കോട്ടയം കിളിരൂർ NSS കരയോഗം പ്രസിഡന്റ് എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിലുള്ളത്. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് കൂടി ഒന്നുകൂടി പോകുന്നു. ശ്രീ ജയചന്ദ്രൻ, നേരത്തെ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതിനുള്ള മറുപടി പറയാം. അതോടൊപ്പം ഇവിടെ സന്ദീപ് വചസ്പതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊരു ഗൂഢമായിട്ടുള്ള ആനന്ദമാണ് എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ അരുൺ ഒരു സെക്കൻഡ്. ഒരു നിമിഷം, ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ രാജ്മോഹൻ. കാരണം ജയചന്ദ്രന് പോകണം എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു ചർച്ചയിൽ ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയചന്ദ്രൻ, ഒരു ഗൂഢമായ ആനന്ദം BJP ഉണ്ടാക്കുന്നതാണോ പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും നീക്കം? അല്ല, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ അനാവശ്യമായ കുത്തിത്തിരിപ്പുകൾക്കുള്ള ശ്രമങ്ങൾ മാത്രമാണ്. ഇത് നടക്കുന്നില്ലല്ലോ കേരളീയ പൊതുസമൂഹത്തിൽ. ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ സന്ദീപ് വചസ്പതി പറഞ്ഞ കാര്യങ്ങൾക്ക് അത് പിന്നെ അവരെ സംബന്ധിച്ചോളം അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണല്ലോ എല്ലാ കാര്യങ്ങളും. ഏത് കാര്യം പറഞ്ഞാലും ആരെ കുറിച്ച് പറഞ്ഞാലും ചില കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രജുഡീസസ്, മുൻവിധികൾ, ആ മുൻവിധികൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള നിരന്തര പരിശ്രമം നടത്തുന്നവരാണ് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സന്ദീപ് വാചസ്പതി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും. അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. അവരും തർക്കിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവരുടെ നിലപാടുകൾ അവർ പ്രചരിപ്പിക്കട്ടെ, പറയട്ടെ. ഗവൺമെന്റിനും പിന്നെ ബന്ധപ്പെട്ട LDFിലെ മറ്റു കക്ഷികൾക്കും പറയേണ്ടതൊക്കെ അവർ പറഞ്ഞോളൂ. ആയിക്കോട്ടെ, ഞാൻ താങ്കളുടെ സമയത്ത് മിണ്ടാതെ നിശബ്ദത പാലിച്ചിരിക്കുന്നതാണ് സന്ദീപ്. പ്ലീസ്, പിന്നെ ഞാനത് തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പക്ഷേ എൻ്റെ പ്രിയ സുഹൃത്താണല്ലോ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ പല കാര്യങ്ങളിലും ഞാനതല്ല സർ പറയുന്നത്. എൻ്റെ ആർഗ്യുമെന്റ് ആ പോയിന്റ് അല്ല. ഇപ്പോൾ താങ്കൾ ആദ്യം തന്നെ തുടങ്ങുന്നത് NSSന്റെ സംവിധാനത്തിൽ അങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ജയചന്ദ്രൻ വിചാരിക്കുന്നുണ്ട്. ഇല്ല, അതങ്ങനെയാണെന്ന്. ഓരോ പാർട്ടികൾക്കും ഓരോ സമുദായ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഹൈറാർക്കി ഉണ്ട്, അതിന്റെ സെറ്റപ്പ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ ചലിക്കുക പോലും ഉള്ളൂ. ഇതൊക്കെ അറിയാം. പക്ഷെ പ്രശ്നം അതല്ല. ഇത്തരം ഒരു ജനാധിപത്യപരമായ ഒരു പിന്നെ നടപടിക്ക് തയ്യാറായി NSS ജനറൽ സെക്രട്ടറി എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ മറ്റൊന്ന് 297 നമ്പറിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ അറിവിൽ തന്നെ ഇന്നത്തെ മീറ്റിംഗിൽ 200-ൽ താഴെ പേരാണ് പങ്കെടുത്തത്. സാധാരണഗതിയിൽ ഈ പിന്നെ ബാലൻസ് ഷീറ്റ് അംഗീകരിക്കുന്ന മീറ്റിംഗിൽ 100, 110 അല്ലെങ്കിൽ 105 അത്രയൊക്കെ ആൾക്കാരെ പങ്കെടുക്കാറുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടാവുക. ഇത്തരം പ്രശ്നം കുറച്ചുകൂടെ കൂടുതൽ നമ്പർ വന്നു. അത് ഞാൻ 297 നമ്പറേ ഞാൻ പറഞ്ഞിട്ടില്ല. 200 താഴെ ആൾക്കാരെ പങ്കെടുത്തിട്ടുള്ളൂ.
അപ്പം അതൊക്കെ അവിടെ നടക്കട്ടെന്നേ. ഇപ്പം ഞാൻ പറഞ്ഞ രാജ്മോഹന്റെ കാര്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ നെഗേറ്റ് ചെയ്യാൻ വരുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. അദ്ദേഹത്തിന്റെ കാര്യം പറയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അത് അദ്ദേഹം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രാജ്മോഹൻ എന്ന വ്യക്തിക്ക് റിപ്പോർട്ടർ ചാനലാണെങ്കിലും മറ്റേതെങ്കിലും മീഡിയ ഹൗസിലാണെങ്കിലും ഒരു അവസരം കിട്ടുന്നത് ഇത്തരത്തിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു വ്യത്യസ്ത നിലപാടും അഭിപ്രായവും തനിക്ക് സമൂഹത്തിനോട് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ള അതൊരു ഡിബേറ്റിംഗ് ഇഷ്യൂ ആണ്, ഞാൻ അതിലേക്ക് വരുന്നുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള വസ്തുതയാണ് വിയോജിപ്പാർക്ക. ജയചന്ദ്രൻ, നേരത്തെ സന്ദീപ് വചസ്പതി പറഞ്ഞല്ലോ, ഈ അഷ്ടമിരോഹിണി വന്നു, അത് ആദ്യം എതിർത്തു, പിന്നീട് തങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ചില സംഘടനകൾ വന്ന് അഷ്ടമിരോഹിണി കൊണ്ടുപോകുന്നത് കണ്ടു. രാമായണ മാസാചരണത്തെ 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൽ സംഘപരിവാർ അനുകൂലികൾ മുന്നോട്ട് വെച്ചു. അത് പിന്നീട് NSS തന്നെ ഏറ്റെടുത്ത് പല സ്ഥലങ്ങളിലും നടപ്പാക്കി. ഇടതുപക്ഷം അതിനെ ആദ്യഘട്ടത്തിൽ എതിർത്തെങ്കിലും ആ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയി. ഇപ്പോൾ ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം സംഘപരിവാർ എതിർത്തു, ഇപ്പോൾ ഇടതുപക്ഷം പിന്നാക്കം പോയി. അമൃതാനന്ദമയിയുമായി ബന്ധപ്പെട്ട് 2014 സർക്കാരിന് വിമർശനമുണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്നാക്കം പോയി. ഇപ്പോൾ പോയി മന്ത്രി തന്നെ നേരിട്ട് പോയി അമൃതാനന്ദമയിയെ നെറുകയിൽ വാത്സല്യത്തോടെ ചുംബിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെ പോയാൽ ഇതിൽ സംഘപരിവാർ ഏത്, ഇടത് സർക്കാരിന്റെ പ്രതിനിധിയുടെ രാഷ്ട്രീയം ഏതെന്ന് തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് റിസർവ് ചെയ്തിട്ടൊന്നുമില്ല. ഒറ്റ ഉദാഹരണം അതിന് ഒരു മറുപടിയെ പറയാനുള്ളൂ ഡോക്ടർ അരുൺകുമാർ. എൻ്റെ മകൻ അവൻ ചെറുതായിരുന്നപ്പോൾ ഈ ബാലഗോകുലത്തിൽ കൃഷ്ണന്റെ വേഷം കെട്ടിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു. ഞാൻ ബാലഗോകുലത്തിന്റെയോ RSS ഈ ആശയഗതികളുടെയോ ഒരു വക്താവോ പ്രയോക്താവോ ആരാധകനോ ഒന്നുമല്ല. സ്വാഭാവികമായും എൻ്റെ ഭാര്യയും മക്കളും അത്തരത്തിലുള്ള ആൾക്കാരാവില്ലല്ലോ. പക്ഷെ അവരങ്ങനെ വന്ന് എൻ്റെ സുഹൃത്തുക്കളാണ്. RSSന്റെയും ബാലഗോകുലത്തിനൊക്കെ ആൾക്കാരും എനിക്ക് അനിയന്മാരും മകനെ പോലുള്ളവരൊക്കെയാണ്. അവർ വന്ന് അന്ന് വിളിച്ചുകൊണ്ട് പോയി, വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഇപ്പൊ അവൻ വേറെ ജോലിയിലാണ് ഇരിക്കുന്നത്, സർക്കാരിന്റെ തന്നെ. അത് ഞാനെന്തിനാണ് നിഷേധിക്കുന്നത്? അത് അവരുടെ ഒരു കേവലാഹ്ലാദമാണ്. അത്തരം കേവലാഹ്ലാദങ്ങൾ കേരളത്തിലെ മുഴുവൻ നാട്ടുമ്പുറങ്ങളിലും ഉണ്ടെന്നേ. അതൊക്കെ നിങ്ങൾക്ക് അട്ടിപ്പേർ അവകാശം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ മനസ്സിൽ നിങ്ങൾ അന്തിമമായി വിജയിക്കുക എന്നതാണ് ചോദ്യം. പാർട്ടി തന്നെ ഏറ്റെടുത്താൽ പിന്നെ എവിടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം? അത് ആത്മീയവാദമായി തീരും. ഇതൊന്നും ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ വരുന്നവരും താങ്കളത് പഠിച്ചിട്ടുള്ളതല്ലേ? സന്ദീപ് വാചസ്പതിയും പഠിച്ചിട്ടുള്ളതാണല്ലോ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. അതിൽ വരുന്നതാണോ ഇതൊക്കെ? അല്ലല്ലോ. ഇത് വേറെ അത് വേറെ, രണ്ടാണല്ലോ. അതിനെ അങ്ങനെ കാണാൻ ശീലിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. വിയോജിപ്പുകൾക്കും ഈ ഇണക്കങ്ങൾക്കും പിണങ്ങൾക്കും ഒരുപാട് സാധ്യതയുണ്ടല്ലോ ജനാധിപത്യത്തിൽ. താങ്ക് യു. നമുക്ക് ശ്രീ രാജ്മോഹൻ, അങ്ങേക്ക് എന്തൊരു അഭിപ്രായം പറയാനുണ്ട്? ചർച്ച അവസാനിക്കുമ്പോൾ എനിക്ക് മറ്റു അതിഥികളിലേക്ക് 2 മിനിറ്റ് വീതം എല്ലാ അതിഥികളിലേക്ക് ഞാൻ മടങ്ങാം. രാജ്മോഹൻ, അങ്ങയുടെ ഒരു അഭിപ്രായം എന്തോ? അങ്ങേക്ക് ഇടപെടാനുണ്ടെന്ന് പറഞ്ഞു. വളരെ നന്ദി ഡോക്ടർ അരുൺ. ഞാൻ 2 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. താങ്കളുടെ സമയമൊന്നും ഉപകരിക്കില്ല. പക്ഷേ പല പ്രാവശ്യവും എന്നെ റെഫർ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ബഹുമാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു അവിടെ 300ഓളം അല്ലെങ്കിൽ 390 അദ്ദേഹത്തിൻ്റെ ഏത് കണക്കായിക്കോട്ടെ അത്രയും ആൾക്കാർ അവിടെ 15 മിനിറ്റോളം നിശബ്ദരായിരുന്നുവെന്നും ആ 15 മിനിറ്റോളം നിശബ്ദരായിരിക്കുകയും ആരും തന്നെ ഒരു അഭിപ്രായവും പറയുകയും ചെയ്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വാസ്തവമാണ്, ഞാൻ അംഗീകരിക്കുന്നു. അവരെല്ലാം തന്നെ എൻ്റെ സമുന്നതരായ നേതാക്കന്മാരാണ്, അതും അംഗീകരിക്കുന്നു. പക്ഷേ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. പണ്ട് ഒരു മഹാൻ പറഞ്ഞതുപോലെ ഈ കടലിൽ നിന്ന് വെള്ളം ബക്കറ്റിൽ കോരി വെച്ച് കഴിഞ്ഞാൽ അതിൽ തിരമാല ഉണ്ടാകില്ല. മനസ്സിലായോ? അതിൽ തിരമാല ഉണ്ടാകില്ല. കടലിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ തിരമാല ഉണ്ടാകില്ല. അപ്പം അങ്ങനെ ബക്കറ്റിൽ കോരി വെച്ച ആ ബഹുമാന്യരായ നേതാക്കളെല്ലാം എനിക്കിപ്പോഴും ആദരവാണ്, ഒരു പ്രശ്നമില്ല. ഇനി കടലിൽ തിരമാല എന്ന് പറയുന്നത് ഈ അണികളാണ്. ഈ സമരത്തിനിറങ്ങിയ അല്ലെങ്കിൽ ഈ നാമജപഘോഷയാത്രയ്ക്ക് ഇറങ്ങിയ ഈ അണികളാണ് യഥാർത്ഥത്തിൽ കടലിലെ തിരമാലകൾ അല്ലെങ്കിൽ കടലിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ കടലുണ്ടെങ്കിലേ ഉള്ളൂ നേതാക്കന്മാരുള്ളൂ, അതാദ്യം മനസ്സിലാക്കണം. അല്ലാതെ കുറെ പേരെ നിശബ്ദമായിരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ പോയി ഇരുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെപ്പോലുള്ളവര് ഞങ്ങളുടെ നേതാക്കന്മാരെ അംഗീകരിച്ച് അവിടെ കൊണ്ടിരുത്തിരിക്കുന്ന രാജ്മോഹൻ, നേരത്തെ ഞാൻ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, ഏകദേശം 2200ഓളം കേസുകൾ വരുന്നു. അതിൽ 1900 കേസുകൾ പിൻവലിച്ചു. ബാക്കി 640ഓളം കേസുകളെ ഇനി നിലവിലുള്ളൂ എന്നാണ് സർക്കാർ നൽകുന്ന കണക്ക്. അത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? അത് പെരുന്നയിൽ സുകുമാരൻ നായർക്ക് ബോധ്യം വന്നിട്ടുണ്ട്.
മറ്റു യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നതും തീർത്തും തെറ്റാണ്. പെരുന്നയിൽ സുകുമാരൻ നായർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കിളിരൂർ NSS കരയോഗത്തിന് മാത്രം ബോധ്യം വന്നിട്ടില്ല എന്നാണ് ചോദ്യം. തീർത്തും തെറ്റാണ്. അതായത് തെറ്റാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഇപ്പം ഞാൻ പറയാം, നിലപാടുകളിലെ മാറ്റങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിയത്. ഒറ്റ ഉദാഹരണം കൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം അദ്ദേഹം പറഞ്ഞു മാതാമൃതാനന്ദത്തിന് അവിടെ പോയി ബാക്കി എല്ലാവരും അമൃതാനന്ദമയി കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുകയും ചെയ്യുന്നു, ഇവിടെ തിരിച്ച് ഞാൻ കെട്ടിപ്പിടിക്കുക ഉമ്മ ജീവിക്കുന്നത്. ഇത്രയും നാൾ നടന്നിരുന്ന പ്രാക്ടീസിന് വിരുദ്ധമായിട്ട് ഞാൻ തിരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് പരാതി. ഇത്രയും നാളും ഞങ്ങൾ വിശ്വസിച്ചിരുന്ന, ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സംഭവത്തെ അപ്പോൾ എല്ലാവരും ഞെട്ടും. സ്വാഭാവികമായിട്ടും എല്ലാവരും ഞെട്ടും ഡോക്ടർ അരുണെ. കാര്യം നമ്മളൊരു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും നിലപാടിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഞെട്ടും, ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പിന്നെ ഈ 1200 കേസ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് 934 കേസ് ഒരാളുടെ പേരിൽ, ശശികല ടീച്ചറിൻ്റെ പേരിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടോ മറ്റൊന്നുമല്ല പറഞ്ഞത്. അവരും ഭക്ത എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഈ നാമജപ ഘോഷയാത്രയ്ക്ക് ഇറങ്ങിയത്. ഇന്ന് പറഞ്ഞ പോലെ ഇത് 1000 1200 അല്ല, അത് തെറ്റായ കണക്കാണ്. പിന്നീടൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 5600 ഒരു കണക്കൂടെ അദ്ദേഹം പറഞ്ഞിട്ട് പോയി, 5860 എന്തോ കരയോഗങ്ങളുടെ എണ്ണം. എൻ്റെ പൊന്നരുണെ, ഒരു കരയോഗത്തിൽ നിന്ന് 5600 കരയോഗങ്ങളുണ്ട്. ഒരു കരയോഗത്തിൽ നിന്ന് 10 പേര് വെച്ച് പങ്കെടുത്താൽ എത്രയായി? പറയൂ പ്ലീസ്. 56000 പേരായി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തത് ഈ പറഞ്ഞ പ്രതിനിധികളായ 300 പേര് വിചാരിച്ചിട്ടല്ല. അതാത് കരയോഗങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മന്നം ജയന്തിക്ക് പോകുന്നു. അപ്പൊ കരയോഗങ്ങൾക്ക് നിർദ്ദേശമുണ്ട്, സർക്കുലറുണ്ട്, മന്നം ജയന്തിയിൽ കരയോഗ കുടുംബാംഗങ്ങളുമായി ഒന്ന് പങ്കെടുക്കണം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 5-6 വർഷമായിട്ട് ബസ് ബുക്ക് ചെയ്യും. ആ ബസ്സിനകത്ത് 50ഓളം പേരെങ്കിലും മിനിമം കൊണ്ടുപോകും. അതിൻ്റെ ഒരു വാശിയാണ്, അതായത് നമ്മുടെ ഒരു അഭിമാന പ്രോഗ്രാമായിട്ട് കാണുന്നത്. ഇനിയിപ്പം ഞാൻ പറയാം, 10 പേര് വെച്ചാൽ തന്നെ 56000. ഇനി നമ്മുടെ പമ്പയിൽ കെട്ടിയ ആ പന്തലിനകത്ത് 5000 ചെയറിന്റെ കപ്പാസിറ്റി ഉള്ളൂ. താരതമ്യേന അതിനേക്കാളും ചെറിയ പന്തലാണ് ഇവിടെ നമ്മൾ NSSന്റെ അവിടെ ഇടുന്നത്. കാര്യം അത്രത്തോളം ഉണ്ടെന്ന് വിചാരിച്ചു എന്നാൽ തന്നെ. അപ്പോൾ ഈ 56000 പേര് വന്നു കഴിഞ്ഞാൽ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ആ സംഭവമാണ്. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് എല്ലാവരും അണ്ടർ മൈ വേർഡ് ഓഫ് കമാൻഡ് ആണ് ധരിക്കുന്നത്. ഈ വിഷയത്തിൽ അണികളെ നിരാശരാക്കി ആ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ശ്രീ രാജ്മോഹൻ? ഞാൻ ഒരിക്കലും പറയില്ല രാജിവെക്കാൻ. ഞാൻ അവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നായക സഭയിലുള്ളവരോ ഇവരാരും പോകരുത്. ഇവരവിടെ തന്നെ ഇരിക്കണം. അവിടെ തന്നെ ഇരുന്നിട്ട് ഈ ജനങ്ങളുടെ, അതായത് ഈ പറഞ്ഞ ഈ കടലിലെ ജനങ്ങളുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത് ഈ വരുന്ന ഇവർ ഉദ്ദേശിച്ച ആ ഒരു ദുഷ്ടലാക്കോട് കൂടി ഇപ്പോൾ ഈ ഭക്തന്മാരെ എല്ലാം ഒരു ഒറ്റിക്കൊടുക്കുന്ന രീതിയിലേക്ക് പോയതിൻ്റെ റിസൾട്ട് ഇലക്ഷന് വരണം. അവർ ഉദ്ദേശിച്ചതിന് ഘടകവിരുദ്ധമായിട്ട് വരും. അപ്പൊ അവർ മനസ്സിലാക്കും ഭക്തർ ആരുടെ കൂടെയാണ്. ഇത്രയുള്ള വിഷയം. CPM ഭയക്കുന്നത് ഇനിയിപ്പോ ആന്റി ഇൻകുംബൻസി 2 വർഷം കഴിയുമ്പോൾ ഇരട്ടിയാകുന്നൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അതിനെ മറികടക്കാൻ 28 സമുദായങ്ങളുടെയും പിന്തുണ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഉറപ്പാക്കി എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മവിശ്വാസത്തിൽ വല്ല കഴമ്പുമുണ്ടോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? അങ്ങനെ കഴമ്പില്ലെങ്കിൽ കോൺഗ്രസ് വല്ലാതെ ഭയക്കുന്നുണ്ടോ? അല്ല അരുണെ, കോൺഗ്രസിൻ്റെ ഭയം അവിടെ നിൽക്കട്ടെ. കോൺഗ്രസ് അതിനെ അവരുടേതായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊള്ളും. അത് നമ്മളിപ്പോൾ ഇന്നത് ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് വരാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ജയചന്ദ്രൻ്റെ അടുത്തൊരു ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അതായത് ഞാൻ 297 എന്ന് പറഞ്ഞ് നിന്ന് ചാനലുകളിലെ വാർത്തകൾ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞത്, അല്ലാതെ ജയചന്ദ്രൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ 297 അല്ലെങ്കിൽ 200-ൽ താഴെയോ ആളുകൾ അതിൽ നിശബ്ദരായിട്ട് 15 മിനിറ്റ് ഇരുന്നു എന്നുള്ളത് കൊണ്ട് ഈ NSSൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ NSS അംഗങ്ങൾ അല്ലെങ്കിൽ നായർ സമുദായ അംഗങ്ങൾ മുഴുവൻ ഈ നിലപാടിനെ ന്യായീകരിക്കുന്നുവെന്ന് പിന്നെ അവകാശപ്പെടുന്നത് ശരിയല്ലാതെ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം വലിയ മാറ്റം ഉണ്ടാക്കുമോ? അരുണ്, ഒരുപക്ഷെ അവിടെ ശബരിമലയുടെ വികസനത്തെക്കുറിച്ചോ മറ്റോ എന്തെങ്കിലും ചർച്ച നടക്കുകയോ അതിലെന്തെങ്കിലും ഒരു ആശയങ്ങൾ ഉയർന്നു വരികയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു സാധ്യതയുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ഫാഴ്സായിരുന്നു, ഒരു പ്രഹസനമായിട്ട് മാറി. അവിടെ ഉണ്ടാക്കിയ സദ്യ പോലും, ഉച്ചഭക്ഷണം പോലും 12,500 3000-ഓളം വരുന്ന ഉച്ചഭക്ഷണം പോലും പിന്നെ അവിടെ കുഴി കുഴിച്ച് മൂടേണ്ട സ്ഥിതിയാണ് വന്നത്. അത് വെറുതെ ഒരു ആളുകളുടെ ഒന്ന് കാണിക്കാൻ വേണ്ടി എന്തോ ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു അയ്യപ്പ സംഗമം നടന്നല്ലോ. ഹാജർ വെച്ച് നോക്കുമ്പോൾ ഏതായിരുന്നു വിജയം? രണ്ടാമത്തെ അയ്യപ്പ സംഗമമായിരുന്നില്ലേ? അപ്പൊ അവിടെ ബഹുഭൂരിപക്ഷവും സണ്ണിക്കുട്ടി എബ്രഹാം എന്തുള്ളടക്കം
അരുൺ നേരത്തെയും പറയുന്നത് കേട്ടോ, എന്ത് ഉള്ളടക്കം ഈ പമ്പയിലെ പിന്നെ നായർ സംഗമം അല്ല അയ്യപ്പ സംഗമത്തിനുണ്ടായത്? വാട്ട് ഉള്ളടക്കം? എന്തുള്ളടക്കം ഉണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. 18,000 പ്രതിനിധി, 18,000 അരുണെ, നിർദ്ദേശങ്ങൾക്ക് എവിടെയാണ് ക്ഷാമം? ഈ നടത്തിപ്പിനെ കുറിച്ച് ഗൗരവമായ ഒരു ചർച്ച നടന്നോ? അതിന് ഉള്ളടക്കമൊന്നുമില്ല. കുറച്ചുപേര് വന്നു, ആരും പറയാത്തതുപോലെ പിണറായി വിജയൻ ഭക്തനാണെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. ഇതൊക്കെ അല്ലാതെ പക്ഷെ അപ്പുറത്ത് ഞാൻ അതൊന്നുമല്ല ഈ ഉള്ളടക്കത്തെക്കുറിച്ചുള്ളതിനേക്കാൾ അവർ രണ്ടാമത്തെ അയ്യപ്പ സംഗമത്തിൽ ഹാജർ കൂടുമ്പോൾ ആ വലിയ ഹാജരിൻ്റെ നല്ലൊരു ശതമാനം കേരളത്തിലെ നായർ സമുദായ അംഗങ്ങളായിരുന്നു. പിന്നീട് ഞാൻ ഒരു കാര്യം ഒറ്റ വാചകം കൂടെ പറഞ്ഞ് നിർത്താം. ഇവിടെ സന്ദീപ് ഇവിടെ രാമായണ മാസത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ച് പറഞ്ഞു. അത് CPM തന്ത്രമാണ്. അത് ക്ഷേത്ര ഭരണം പിടിക്കുന്നത്, കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളിൽ ഓരോ സിംഗിൾ ക്ഷേത്രങ്ങളുടെ ഭരണം അതിൻ്റെ ഭരണസമിതികളിൽ കയറാൻ ശ്രമിക്കുന്നത് പോലെ കയറുന്നത് പോലെ ഉള്ള ഒരു 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 പിടിച്ചെടുക്കലാണ് അത് നടന്നത്. ഞാൻ അതിന് ഒരു കാര്യം കൂടെ പറയാം, ഒറ്റ വാചകം. അതായത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നവംബറിലോ മറ്റുമാണ് നമ്മുടെ മണ്ഡലകാലം ആരംഭിക്കുന്നത്. ഇനി ഈ ശബരിമലയിൽ പോകുന്നവർക്ക് കെട്ട് നിറയ്ക്കാൻ സൗജന്യ കിറ്റ് ഈ സർക്കാർ നൽകിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയ്ക്ക് അവർ പരിഭ്രാന്തരാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ സാധ്യത സംബന്ധിച്ച് ഏത് വഴികളും നോക്കും. അമൃതാനന്ദമയിയുടെ ശിരസിൽ ചുംബിക്കും. ഞാനതാ പറഞ്ഞത്, ഒരു സൗജന്യ കെട്ടിനിറയ്ക്കൽ കിറ്റ് കൊടുത്താൽ പോലും അത്ഭുതപ്പെടാം. ഓക്കെ, സന്ദീപ് വാചസ്പതി, ചർച്ച അവസാനിക്കുമ്പോൾ ഇനി അങ്ങനെയുള്ള നടപടികളിലേക്ക് പോയില്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ NSSന്റെയും SNDPയുടെയും അടക്കം 28 ഹിന്ദു സമുദായ സംഘടനകൾ ഈ സർക്കാരിനൊപ്പമാണെന്നൊരു ആത്മവിശ്വാസം CPMനുണ്ട്. സന്ദീപ് വാചസ്പതി, അത് BJPക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാവോ? ഒരിക്കലുമില്ലല്ലോ. കാരണം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ പറയുന്ന NSSO SNDPയോ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന ശബരിമല വിഷയത്തിൽ അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടോ? BJP പറഞ്ഞ അതേ നിലപാട്, അല്ലെങ്കിൽ അവർ പറയുന്ന അതേ നിലപാടാണ് BJPയും പറയുന്നത്. രണ്ട് കൂട്ടരുടെയും നിലപാട് ഒന്നു തന്നെയാണെന്നേ. ആരിവിടെ, ഞാൻ ചോദിക്കുന്നത്, NSS ഇപ്പോൾ പിണറായി വിജയനുമായോ അല്ലെങ്കിൽ LDFുമായോ ഏതെങ്കിലും രീതിയിൽ അടുക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന് NSSന് അഭിപ്രായമുണ്ടോ? നേരെ മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം എന്താ? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം തന്നെയാണ്. കാരണം അവർ കൊടുത്ത അഫിഡവിറ്റ് സുപ്രീം കോടതിന് മുൻപാകെ നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ അഭിപ്രായമല്ലല്ലോ NSSനുള്ളത്. BJPക്കും NSSനും ഒരേ അഭിപ്രായമാണ്. SNDPക്ക് അഭിപ്രായമുണ്ടോ ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന്? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ CPIM മുമ്പ് പറഞ്ഞതുപോലെ പലവിധങ്ങളായ തന്ത്രങ്ങൾ പയറ്റി നോക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയില്ലേ, ഈ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ CPIMകാർ കിടന്ന് പിടയ്ക്കുകയാണ്. എങ്ങനെയാണെന്ന് തിരിച്ച് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങുക എന്നുള്ള തന്ത്രമായി പല രീതിയിൽ പയറ്റി നോക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നേതൃത്വവുമായി അവർക്ക് ഏതെങ്കിലും സംസാരം നടത്താൻ അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് ചർച്ച നടത്താൻ പറ്റുന്നു എന്നതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ അങ്ങനെയാണെന്ന് എങ്ങനെയാണ് സാർ ധരിക്കുക? ശരി, NSSO SNDPയോ സ്വീകരിച്ച നിലപാടുകളൊന്നും ഭക്തർക്ക് വിരുദ്ധമാണോ അല്ലയോ, ഭക്തർ അതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് പ്രസക്തമായ ചോദ്യം. CPIMന്റെ നിലപാട് എന്തായാലും ഈ നാട്ടിലെ ഭക്തന്മാര് വിശ്വാസികളായിട്ടുള്ള സമൂഹം അംഗീകരിക്കുന്നില്ല. അവരുടെ ഇരട്ടത്താപ്പാണ്. അവർ വോട്ടിനു വേണ്ടി തരാതരം പോലെ മാറി മാറി ചെയ്യുന്നതാണ്. നമ്മൾ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് എന്നതിനപ്പുറത്തേക്ക് യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത നിലപാടാണെന്ന് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. CPIMന് രാഷ്ട്രീയ നേട്ടമൊന്നും ഇതിൽ കൂടുതലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സന്ദീപ് വാചസ്പതി, താങ്ക് യു. ശ്രീ രാജ്മോഹൻ ചർച്ചയിൽ ചേർന്നു. Debate with Dr. Arun Kumar.